അങ്ങനെ ഇന്ന് നമ്മൾ കുഞ്ചുവിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിലെത്തിയിട്ട് അവർ രണ്ടാളും ബാഗ് വെക്കാനായിട്ട് പോയി. ഞങ്ങൾ പിന്നെ അങ്ങനെ അവിടെ കയറിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിൽക്കുന്നത് അവരുടെ HR ആണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ ആൾ ക്ലിയർ ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്തു എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ പിന്നെ തിച്ചുട്ടൻ കരഞ്ഞതുകൊണ്ട് അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവനെ ഫീഡ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ കുഞ്ചു വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ പിന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവൾ വന്നു. അപ്പോഴേക്കും ഇവൻ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവരും കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൾ പിന്നെ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരണ വരെ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. രാവിലെ നേരത്തെ പോയതാണ് കേട്ടോ. ഞങ്ങൾ ഒരു ഉച്ചയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സാരി ചെറുതായിട്ടൊന്ന് പിന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ സ്റ്റാഫും അവളെ വിളിച്ചുകൊണ്ടുപോയി. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വന്നു. ഞങ്ങളങ്ങനെ വീട് വിട്ട് പുറത്ത് നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മാറി താമസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ആ സമയത്തൊന്നും വിഷമം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സങ്കടമായി. അവൾ പിന്നെ കരയാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനും അമ്മണിയുടെ അമ്മയും പിന്നെ അവരുടെ അടുത്ത് വേഗം യാത്ര പറഞ്ഞിട്ട് വന്നു. പിന്നെ ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. പിന്നെ അവർക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ പെട്ടെന്ന് പോന്നു.